എന്താണ് വല്യമ്മ? ഞാൻ ഇവിടെ ഉണ്ടേ. ഞാൻ അവിടേക്കും പോയിട്ടൊന്നുമില്ല. എന്താണ് കാര്യം പറയും? പിന്നെ റേഷൻ പിടി പോയെന്നാ അരി മണ്ണെണ്ണൊക്കെ കഴിഞ്ഞുണു. റേഷൻ പിടിക്കോ? ഇച്ചൊന്നും വെച്ച ഇച്ചല്ലെങ്കിൽ തന്നെ അവിടെ കൊറേ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, ഇച്ചൊന്നും വെച്ച. എടാ ചെങ്ങായേ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ അരിയൊന്നും ഇല്ല, വേഗം പോയി വാ. അപ്പൊ വല്യമ്മ നിങ്ങൾക്ക് പോയിക്കൂടെ? ഇച്ചൊന്നും വെച്ചല്ല നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പോയിക്കൂടെ? അപ്പൊ ചെങ്ങായി കാലം കൊണ്ട് നടക്കാൻ വെച്ചാ കാലുവേദന എനിക്കറിയില്ലേ? എത്ര വല്യമ്മ ഇച്ചൊന്നും വെച്ച വേറെ ആരോട് പറഞ്ഞാൽ ഇച്ചൊന്നും വെച്ച ഞാൻ പോകില്ല. എന്ത് എനിക്ക് റേഷൻ പിടിക്കോ പോവാൻ വെച്ചല്ലേ? നീ പറയേ എനിക്ക് പോവാൻ വെച്ചേ? ഓ ഞാൻ പോലെന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് വെച്ചല്ലേ? ഇച്ചു വെച്ച ഞാൻ പറഞ്ഞോ ഞാൻ പോവില്ല. നിങ്ങൾ പോയിക്കൂടെ? ഇച്ചു വെച്ച. അല്ല വല്യമ്മ, അവിടെ തേങ്ങ എന്തായി പോണോ? ഒരു സൗണ്ട്. തേങ്ങ അല്ല മാങ്ങണേ, ഔത്തൊക്കെ പോടി ചലിക്കാതെ. ആരെ വല്യമ്മ അവിടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്? ഒരു ഔട്ടിന്റെ സൗണ്ട്. ഔട്ട് അന്റെ തൊള്ള ഞാൻ പൂട്ടുണ്ടെങ്കിൽ ഔത്തൊക്കെ പോടി. ഇനി പറയേ, നീ ഇത് പോവല്ലേ? വേഗം പറയേ. ആയിക്കോട്ടെ വല്യമ്മ, ഞാൻ പോയിക്കോണ്ട്. എന്നാ സഞ്ചി, എന്നാ വേഗം പോയി വാ വല്യമാരുടെ കുട്ടി. അത് ശരി, ഇതൊക്കെ അതിന് മുന്നേ റെഡി ആക്കി വെച്ചല്ലേ? ഇത്ര തീർത്തിയില് പോണ്ട്. അത് പിന്നെ പോക്കരാക്ക, ഞാനേ ഒന്ന് റേഷൻ പിടി പോയി. അത് ഏതായാലും നന്നായി എന്നെ കണ്ടത്. ഞാനിപ്പോ റേഷൻ പിടി പോയിരാണ്. അവിടെ തുറന്നിട്ടില്ല. ഇത് വെറുതെ പോകണ്ട, അങ്ങനെ തിരിച്ചെന്നെ പോയിക്കുന്നാല്. അത് ശരി, നിങ്ങൾ കണ്ടത് ഏതായാലും നന്നായി. ഇനിയിപ്പോ ആ റേഷൻ പിടി കൊണ്ടല്ലേ വെച്ച്. പിന്നെ വല്യമ്മ റേഷൻ പിടി തുറന്നിട്ടില്ല. തുറന്നിട്ടില്ലാന്നോ? അതിന് ജിപ്പല്ലേ പോയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ എനിക്കറിയാ? അത് പിന്നെ വല്യമ്മ ഞാനേ പോയപ്പോഴേ വൈക്കുന്നില്ലേ മറ്റേ അപ്പുറത്തെ പോക്കരാക്കനെ കണ്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞതാണ് അത് തുറന്നിട്ടില്ലാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പോന്നു. അപ്പൊ തന്നെ അതെങ്ങനെ അടുക്കാതെ നിക്കണു? എത്ര നേരമായി ഞാൻ എന്നോട് പറഞ്ഞു തുടങ്ങിട്ട്. അത് പിന്നെ വല്യമ്മ ഞാന്